ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ വെറും കുറേ കണക്കുകളല്ല, അതൊരു കഥയാണ്. ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥ, പ്രത്യേകിച്ചും ഒറ്റനോട്ടത്തിൽ കാണുന്ന നമ്പർ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ. അർബൻ കമ്പനിയുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അങ്ങനെ ഒരു കഥയാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ കഥയുടെ ഓരോ ഭാഗത്തേക്കും ഒന്നിറങ്ങിച്ചെല്ലാം അല്ലേ? ആദ്യം തന്നെ എങ്ങനെയാണ് ഈ കമ്പനി ഒരേ സമയം രണ്ട് വ്യത്യസ്ത മുഖങ്ങൾ കാണിക്കുന്നത് എന്ന് നോക്കാം. പിന്നെ ലാഭം കൊണ്ടുവരുന്ന അവരുടെ പ്രധാന ബിസിനസ് എന്താണെന്നും അതേസമയം തന്നെ വലിയൊരു റിസ്ക് എടുത്തുകൊണ്ട് അവർ പണം മുടക്കുന്ന പുതിയ സംരംഭത്തെക്കുറിച്ചും സംസാരിക്കാം. അവസാനം ഇതൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്നും അവരുടെ വലിയ പ്ലാൻ എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാം. ശരി, അപ്പം നമുക്ക് തുടങ്ങാം. എല്ലാവരുടെയും കണ്ണ് ആദ്യം പോകുന്ന ആ വലിയ നമ്പറിൽ നിന്ന് തന്നെ തുടങ്ങാം, കമ്പനിയുടെ മൊത്തത്തിലുള്ള പ്രകടനം. പക്ഷേ ഈ ഒരു നമ്പർ മാത്രം നോക്കിയാൽ നമുക്ക് എന്താണ് മനസ്സിലാവുക? ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ കമ്പനിക്ക് 17 കോടി രൂപയുടെ അഡ്ജസ്റ്റഡ് ഇബിറ്റ നഷ്ടം വന്നിട്ടുണ്ട്. ഈ ഇബിറ്റ എന്ന് പറഞ്ഞാൽ, സിമ്പിളായി പറഞ്ഞാൽ, കമ്പനിയുടെ പ്രധാന പ്രവർത്തനങ്ങളിൽ നിന്ന് ലാഭമാണോ നഷ്ടമാണോ എന്ന് കാണിക്കുന്നൊരു മെഷറാണ്. അപ്പോൾ -17 കോടിയെന്ന് കാണുമ്പോൾ ആർക്കായാലും ഒന്ന് ഞെട്ടും അല്ലേ? അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കും, കമ്പനി എന്താ പ്രശ്നത്തിലാണോ? ഇവിടെയാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. സത്യം പറഞ്ഞാൽ അർബൻ കമ്പനി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരേ സമയം രണ്ട് ബിസിനസ്സുകൾ ഒരുമിച്ച് കൊണ്ടുപോകുന്ന പോലെയാണ്. ഒന്ന്, അവരുടെ സ്ഥിരം നല്ല ലാഭത്തിലോടുന്ന കോർ ബിസിനസ്. അതുമാത്രം നോക്കുകയാണെങ്കിൽ കമ്പനി 44 കോടി രൂപ ലാഭത്തിലാണ്. പക്ഷേ ഈ ലാഭം മുഴുവൻ അവരെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണെന്നറിയോ? ഇൻസ്റ്റാ ഹെൽപ്പ് എന്ന് പറയുന്ന അതിവേഗം വളരുന്ന ഒരു പുതിയ സംരംഭത്തിലാണ്. അപ്പോൾ ആ പുതിയ ബിസിനസ്സിലെ നഷ്ടവും കൂടി ചേരുമ്പോഴാണ് നമ്മൾ ആദ്യം കണ്ട ആ -17 കോടിയിലേക്ക് എത്തുന്നത്. അതായത് ഒന്നിനുള്ളിൽ രണ്ട് കമ്പനികൾ, ഒന്ന് ലാഭമുണ്ടാക്കുന്നു, മറ്റൊന്ന് ആ ലാഭം ഉപയോഗിച്ച് വളരുന്നു. അപ്പോൾ ശരി, നമുക്കാദ്യം ഈ ലാഭമുണ്ടാക്കുന്ന എഞ്ചിൻ ഏതാണെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അർബൻ കമ്പനിയുടെ ഇന്ത്യയിലെ പ്രധാന സർവീസുകൾ എത്രത്തോളം സ്ട്രോങ് ആണെന്നും നോക്കാം. ഈ ചാർട്ട് കണ്ടാൽ തന്നെ കാര്യം ക്ലിയർ ആവും. അവരുടെ പ്രധാന ബിസിനസിന്റെ ഹെൽത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കൂ. കഴിഞ്ഞ വർഷം ഇതേ സമയം 4.4% അഡ്ജസ്റ്റഡ് EBITDA മാർജിൻ, ഈ വർഷം അത് 5.6% കൂടിയിരിക്കുന്നു. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഗ്രോത്താണ്. ഇതങ്ങനെ വെറുതെ സംഭവിച്ചതല്ല, ഇതിനു പിന്നിൽ കൃത്യമായ കാരണങ്ങളുണ്ട്. അവരുടെ മൊത്തം ബിസിനസിന്റെ മൂല്യം, അതായത് NTV, കഴിഞ്ഞ വർഷത്തേക്കാൾ 21% കൂടി. ഒരുപാട് പുതിയ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, പഴയ കസ്റ്റമേഴ്സ് വിട്ടുപോകുന്നുമില്ല. പോരാത്തതിന് ഫെസ്റ്റിവൽ സീസണിൽ അവരുടെ പ്രധാന സർവീസുകൾക്കെല്ലാം നല്ല ഡിമാൻഡുമായിരുന്നു. ഇനി നമുക്ക് കഥയുടെ മറ്റേ വശത്തേക്ക് പോകാം. ഇൻസ്റ്റാ ഹെൽപ്പ്, കമ്പനിയുടെ വലിയൊരു പന്തയം. ഈ പുതിയ ഹൗസ് കീപ്പിംഗ് സർവീസ് വളരുന്ന സ്പീഡൊന്ന് നോക്കിക്കേ, അവിശ്വസനീയമാണ്. കഴിഞ്ഞ ക്വാർട്ടറിൽ വെറും 5.5 ലക്ഷം ഓർഡറുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്ന് ഈ ക്വാർട്ടറിലത് 16 ലക്ഷം ഓർഡറുകൾ കടന്നുപോയി. ശരിക്കും ഒരു റോക്കറ്റ് പോലെയാണ് അതിന്റെ വളർച്ച. പക്ഷേ ഇത്രയും വേഗത്തിൽ വളരുമ്പോൾ അതിനൊരു വില കൊടുക്കേണ്ടി വരും. നമ്മൾ ആദ്യം കണ്ട ആ കൺസോളിഡേറ്റഡ് നഷ്ടം മുഴുവനും വരുന്നത് ഈ ഒരു വിഭാഗത്തിൽ നിന്നാണ്. ഏകദേശം 61 കോടി രൂപയുടെ നഷ്ടം. എന്നാൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായ കാര്യം ഈ ചാർട്ടിലാണ്. ഓക്കെ, നഷ്ടമുണ്ട്, പക്ഷേ ഓരോ ഓർഡറിനും വരുന്ന നഷ്ടം അവർക്ക് കുറയ്ക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. ഈ ചാർട്ട് നോക്കൂ. കഴിഞ്ഞ ക്വാർട്ടറിൽ ഒരു ഓർഡറിന് 760 രൂപ നഷ്ടമുണ്ടായിരുന്നെങ്കിൽ ഈ ക്വാർട്ടറിൽ അത് വെറും 381 രൂപയായി കുറഞ്ഞു. അതായത് ഒറ്റ ക്വാർട്ടർ കൊണ്ട് നഷ്ടം ഏകദേശം പകുതിയാക്കാൻ പറ്റി. ഇത് കാണിക്കുന്നത് അവർ ശരിയായ ദിശയിലാണ് പോകുന്നതെന്നും ഭാവിയിൽ ഇത് ലാഭത്തിലാക്കാൻ സാധിക്കുമെന്നുമുള്ളൊരു സൂചനയാണ്. ഇനി ഇന്ത്യയിലെ കോർ സർവീസും ഇൻസ്റ്റാ ഹെൽപ്പും മാറ്റിവെച്ചാൽ കമ്പനിക്ക് വേറെയും 2 ഗ്രോത്ത് എഞ്ചിനുകളുണ്ട്. അവിടെയും കാര്യങ്ങൾ വളരെ പോസിറ്റീവാണ്. അവരുടെ സ്വന്തം പ്രോഡക്റ്റുകൾ വിൽക്കുന്ന നേറ്റീവ് വിഭാഗം കഴിഞ്ഞ വർഷത്തേക്കാൾ 93% വളർച്ചയാണ് കാണിച്ചത്. അതുപോലെ തന്നെ UAE, സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങളിലെ അവരുടെ ഇന്റർനാഷണൽ ബിസിനസ് 79% വളർന്നു. അപ്പോൾ ഈ രണ്ട് ഏരിയകളും ഭാവിയിൽ കമ്പനിയുടെ പ്രധാന വരുമാന സ്രോതസ്സുകളായി മാറാൻ എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത്? ഈ 2 സ്പീഡിൽ പോകുന്ന കമ്പനി യഥാർത്ഥത്തിൽ എങ്ങോട്ടാണ് ലക്ഷ്യം വെക്കുന്നത്? ഇവിടെയാണ് മാനേജ്മെന്റ് അവരുടെ വലിയ ചിത്രം വ്യക്തമാക്കുന്നത്. അവരുടെ ലക്ഷ്യം ചെറുതൊന്നുമല്ല. 2031 ആകുമ്പോഴേക്കും കമ്പനിയുടെ മൊത്തം അഡ്ജസ്റ്റഡ് EBIT 1000 കോടി രൂപയിലെത്തിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ഈ നഷ്ടം ആ വലിയ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് മാത്രമായാണ് അവർ കണക്കാക്കുന്നത്. അവരതിനൊരു കൃത്യമായ റോഡ് മാപ്പും തന്നിട്ടുണ്ട്. അടുത്ത കുറച്ച് ക്വാർട്ടറുകളിലും ഇൻസ്റ്റാ ഹെൽപ്പിലെ ഇൻവെസ്റ്റ്മെന്റ് കാരണം നഷ്ടം തുടരും. പക്ഷേ ഏകദേശം 2 വർഷം കഴിയുമ്പോഴേക്കും, അതായത് Q3 FY28 ആകുമ്പോഴേക്കും മൊത്തത്തിൽ ലാഭത്തിലുമെത്താതെ നഷ്ടത്തിലുമെത്താത്ത ഒരു ബ്രേക്ക് ഈവൻ സ്റ്റേജിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം 2031 ആ 1000 കോടിയുടെ വലിയ ലക്ഷ്യത്തിലേക്കും. അപ്പോൾ അവസാനം നമ്മൾ എത്തി നിൽക്കുന്നത് ഈ ഒരു വലിയ ചോദ്യത്തിലാണ്.
1000 കോടിയുടെ ഒരു പവർ ഹൗസ് കെട്ടിപ്പടുക്കാൻ വേണ്ടി ഇൻസ്റ്റാ ഹെൽപ്പിൽ നടത്തുന്ന ഈ വലിയൊരു ബെറ്റ് വിജയിക്കുമോ? അത് സമയം തന്നെ നമുക്ക് പറഞ്ഞു തരും.